നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. നോക്കാം വിശദമായ വാർത്തകൾ. എറണാകുളത്തെ വൈഗ കൊലക്കേസിൽ പിതാവിന് ശിക്ഷ വിധിച്ച് പ്രത്യേക വിചാരണ കോടതി. സനുമോഹന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കോടതി. വിവിധ വകുപ്പുകളിലായി സനുമോഹന് 28 വർഷം ആണ് തടവ് വിധിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈഗ കൊലക്കേസിൽ വളരെ നൊമ്പരപ്പെടുത്തുന്ന സംഭവത്തിൽ പിതാവ് കൂടി പ്രതിയും പിതാവുമായ സനുമോഹന് എറണാകുളത്തെ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് കെ സോമൻ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വലിയ വിവാദമുണ്ടാക്കിയ, വലിയ നൊമ്പരപ്പെടുത്തിയ സംഭവമായിരുന്നു ഇത്. കുഞ്ഞിനെ മദ്യം നൽകി കൊലപ്പെടുത്തിയ ശേഷം കളമശ്ശേരി മുട്ടാർപ്പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഒളിവിൽ പോയതാണ് ആദ്യം നടന്നത്. ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കാമെന്ന് കരുതി മുട്ടാർപ്പുഴയിലൊക്കെ തന്നെ വലിയ തെരച്ചിൽ നടത്തിയിരുന്നു. 27 ദിവസമെടുത്തു പോലീസ് ഇയാളെ പിടിക്കാൻ. ഇയാൾ ആത്മഹത്യ ചെയ്തതല്ല, ഇയാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടതാണ് എന്ന് മനസ്സിലായിട്ടും പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നതിന് കാലതാമസമെടുത്തു. അതന്ന് വലിയ വിവാദമായ സംഭവമാണ്. പിന്നീട് പ്രതിയെ പിടികൂടി 82 ദിവസത്തിനുള്ളിൽ ഈ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏകദേശം 1 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഈ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് വകുപ്പുകൾ. 302 വകുപ്പ്, അത് കൊലപാതക കുറ്റമാണ്. അത് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. 328 പ്രകാരം, അതായത് മദ്യമടക്കം നൽകി, ലഹരി വസ്തുക്കൾ നൽകി കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള നീക്കം കൊലപ്പെടുത്തി എന്നുള്ളതിന് നൽകിയിട്ടുള്ളത് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ്. 201 IPC ഈ തെളിവ് നശിപ്പിക്കൽ കുറ്റമാണ്. അതിന് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 75 കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ക്രൂരത എന്ന വകുപ്പാണ്. അത് 10 വർഷത്തെ തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 77 കുഞ്ഞുങ്ങൾക്ക് മദ്യം, ലഹരി വസ്തുക്കൾ കൊടുത്ത് ഉപദ്രവിക്കുക എന്നുള്ളത്, അതിന് നൽകിയിട്ടുള്ള ശിക്ഷ 3 വർഷം കഠിന തടവും 10,000 രൂപ പിഴയുമാണ്. അതായത് ജീവപര്യന്തം തടവ്, മറ്റ് വകുപ്പുകൾക്കുള്ള ശിക്ഷ എല്ലാം ചേർത്ത് 28 വർഷത്തെ തടവും 1,70,000 രൂപ പിഴയും, അതാണ് പ്രതിക്ക് ലഭിച്ചത്. ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതിനാൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതായത് ജീവിതാവസാനം വരെ പ്രതി ഇരുമ്പഴിക്കുള്ളിൽ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിക്ക് ഒരു തരത്തിലുള്ള ഇളവും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ഇക്കാലയളവിലൊക്കെ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, അന്നൊന്നും വധശിക്ഷ നൽകിയ ചരിത്രമില്ല എന്നും പ്രതിഭാഗം നിലപാടെടുത്തു. കടബാധ്യത, പ്രതി ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി എന്നുള്ള കാര്യം എല്ലാം കോടതി മുൻപാകെ പ്രതിഭാഗം നിരത്തുകയും ചെയ്തു. തുടർന്ന് കോടതി അവസാനം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. സുപ്രധാനമായ വിധി. ശ്രീകാന്ത്, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നായിരുന്നു വാദം. പക്ഷേ കോടതി വിധിച്ചത് ജീവപര്യന്തം ശിക്ഷയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് തെളിവുകളായി കോടതി പരിഗണിച്ചത്? എന്തായാലും പ്രതി എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? ശിക്ഷ കുറഞ്ഞുപോയി എന്ന അഭിപ്രായമുള്ളവരല്ലേ കൂടുതലും? ഈ കേസിന്റെ ഒരു വാദം, ആ വാദത്തിനിടയിലൊക്കെ വരുന്ന പരാമർശങ്ങൾ, കോടതിയുടെ ഒരു മൂഡ്, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം എന്തായിരിക്കും ശിക്ഷ വരാൻ പോകുന്നത് എന്നുള്ളത്. മാത്രമല്ല, അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയുന്ന കേസുകളിലെ സാധാരണ കേരളത്തിലെ കോടതികൾ വധശിക്ഷയും വിധിക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നൊരു പക്ഷേ കോടതിക്ക് തോന്നിയെങ്കിൽ അത് നിയമപരമായി അതാണ് ശരി. കോടതിയുടെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. കോടതി അത്തരത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് കോടതി അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. നിലവിൽ എന്തായാലും പോക്സോ കോടതി തീരുമാനിച്ചിട്ടുള്ളത് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാനാണ്. അത് കൊലക്കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്നത്. അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു ഭാഗം
ആ ഒരു എലമെന്റ് ഇതിലുണ്ടോ എന്ന് കോടതി സ്വാഭാവികമായും പരിശോധിച്ചിട്ടുണ്ടാകണം. ഇല്ലെന്ന് കോടതിക്ക് ഒരു പക്ഷേ നിയമപരമായി തോന്നിയിട്ടുണ്ടാകണം. അതിനാലാകാം ഈ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. എന്തായാലും ജീവപര്യന്തം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വേണമെങ്കിൽ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ അപ്പീൽ പോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാം. നിലവിൽ എന്തായാലും പോക്സോ കോടതിയുടെ വിധി ജീവപര്യന്തം തടവ് എന്നുള്ളതാണ്. 98-ൽ പരം തെളിവുകളും CCTV എവിഡൻസ് അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വിവിധ സാക്ഷികളെ കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നു. എല്ലാത്തിനും ഒടുവിലാണ് ഈ തീരുമാനത്തിലേക്ക് കോടതി, ഈ ഉത്തരവിലേക്ക് കോടതി എത്തിയത്. ജീവപര്യന്തം തടവ് എന്ന തീരുമാനത്തിലേക്ക്. അത് പോക്സോ കോടതിയുടെ വിധിയാണ്. അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം പ്രോസിക്യൂഷനുണ്ട്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത്, കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞു വരികയാണ്. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? നിലവിൽ പ്രോസിക്യൂട്ടറുടെയും അന്വേഷണ സംഘത്തലവന്റെയും പ്രതികരണം വരേണ്ടതുണ്ട്. അവർ പുറത്തേക്ക് വരാറായിട്ടുണ്ട്. അല്പസമയത്തിനകം അന്വേഷണ സംഘത്തലവനും അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറും, ഈ കേസിലെ പ്രോസിക്യൂട്ടറും പുറത്തേക്ക് എത്തും. അവരുടെ പ്രതികരണമാണ് വരേണ്ടത്. ഈ വിധിയിൽ അവർ തൃപ്തരാണോ എന്ന ചോദ്യം എന്തായാലും സ്വാഭാവികമായും ഉണ്ടാകും. വധശിക്ഷയാണോ പ്രതീക്ഷിച്ചത്, ജീവപര്യന്തം കൊണ്ട് തൃപ്തരാണോ എന്ന ചോദ്യത്തിനടക്കം അവർ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകും. സ്വാഭാവിക നടപടികൾ, സാങ്കേതിക നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോവുക എന്ന തുടർ നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. ശ്രീകാന്ത്, അതുപോലെ കുഞ്ഞിന്റെ മറ്റു ബന്ധുക്കൾ ഈ വിധി പ്രസ്താവം കേൾക്കാൻ വന്നിരുന്നോ? പ്രതിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഈ വിധി കേൾക്കുമ്പോൾ? പ്രതി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ തന്നെയാണ് കൊണ്ടുപോയത്. വലിയ ആൾക്കൂട്ടമോ തിരക്കോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും പ്രതി ഒന്നും മിണ്ടിയില്ല. കോടതി മുറിക്കുള്ളിൽ അയാൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജ് ചോദിച്ചപ്പോൾ പറഞ്ഞത് 70 വയസ്സുള്ള അമ്മയുണ്ട്, അവരെ നോക്കണം, ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വെച്ചത്. അമ്മയെ തനിക്കൊന്ന് കാണണം എന്ന ആവശ്യവും പ്രതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ അനുവദിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോടതി മുൻപാകെ പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അനുവദിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. ജയിലിലേക്കാണ് മാറ്റുന്നത്. അവിടെ എത്തി അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇയാളുടെ അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ 70 വയസ്സുള്ള അമ്മയുണ്ട്, ശിക്ഷ കുറയ്ക്കണം എന്നുള്ള ഇയാളുടെ ആവശ്യം കാര്യമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ജീവപര്യന്തം തടവ് ശിക്ഷയിലൂടെ മനസ്സിലാക്കേണ്ടത്. ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ളതാണ് ചട്ടം. അതനുസരിച്ച് ഇയാൾ ജീവിതാവസാനം വരെ ജയിലിൽ തുടരേണ്ടിയും വരും. ഇപ്പോൾ പ്രതിയെ അല്പസമയത്തിനകം പ്രതിയെ പുറത്തേക്ക് ഇറക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടർ എന്നിവരും കോടതിയിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം വരും. അവരുടെ പ്രതികരണം കൂടി ആ ഘട്ടത്തിൽ ലഭ്യമാകും. ശരി, കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹന് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരും. മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം. പങ്കെടുത്താലും ഇല്ലെങ്കിലും വിട്ടിലായത് കോൺഗ്രസ് ആണ്. പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവരാണെന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ലെന്നും ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളൂ. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ആ 3-4 നേതാക്കൾ അവർ സ്വയം തീരുമാനമെടുക്കും. ഞങ്ങൾക്ക് ഈ അവസരത്തിനെ രാഷ്ട്രീയം ചെയ്യണത് തീരെ താല്പര്യമില്ല. പക്ഷെ ഒരേ സമയത്ത് ആൾക്കാർക്ക് പിന്നെ ജനങ്ങളുടെ ഒരു 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 ഭക്തി ഉണ്ട്. അതിനെ അംഗീകരിക്കാനോ അതിനെ ഒരു ബഹുമാനിക്കാൻ വേണ്ടി പോകാൻ തോന്നിയാൽ ആരും അതിന് തെറ്റായി കാണുന്നില്ല. പാർട്ടിക്കൊരു തീരുമാനമില്ലേ? ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പിന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഈ വിഷയത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും VD സതീശനും ഒഴിഞ്ഞുമാറി. ചടങ്ങിനില്ലെന്ന് പ്രഖ്യാപിച്ച് CPIM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇപ്പോൾ ഈ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണല്ലോ കോൺഗ്രസ്. പങ്കെടുത്താലും പ്രശ്നം, പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നം. അതോടൊപ്പം തന്നെ സമസ്തയുടേതടക്കം വിമർശനം വരുന്നു. നേതാക്കൾ പലരും ഇതിനൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. എന്താണ് കോൺഗ്രസിന്റെ ഒരു മനസ്സിലിരിപ്പ്?
നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, കോൺഗ്രസിന് ഇതിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും കോൺഗ്രസ് വെട്ടിലാകുമെന്നൊരു അവസ്ഥയാണ്. നേതാക്കൾ പലരും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്താണ് ഉത്തരം പറയേണ്ടതെന്ന ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിലുണ്ടോ? അതേപോലെ തന്നെ സമസ്തയുടെ വിമർശനവും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇതിലിപ്പോൾ കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. കാരണം പ്രതിഷ്ഠാ ദിനത്തിൽ അത് കൃത്യമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിൽ ഇന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയത് കൃത്യമായ ഉത്തരം പിന്നീട് കിട്ടുമെന്നാണ്. അത്തരത്തിൽ ദിഗ്വിജയ് സിംഗ് നേരത്തെ വ്യക്തമാക്കുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കാളിത്തം ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് പങ്കെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഉത്തരേന്ത്യയിൽ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പങ്കെടുത്താൽ സ്വാഭാവികമായിട്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളടക്കം എതിർവികാരം രൂപപ്പെടും, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എതിർവികാരം രൂപപ്പെട്ടും. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നു പോവുകയാണ്. എന്തായാലും ഇതുവരെ കോൺഗ്രസിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ മറ്റു ചില പാർട്ടികൾ, CPI, തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ BJP നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെടും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും ഈ വിഷയത്തിൽ ഭിന്നത രൂപപ്പെടും എന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. തന്നെ ഒരു കാര്യങ്ങളിലേക്ക് പോകും എന്നൊരു വിലയിരുത്തലാണ് BJPക്കും ഇപ്പോഴുള്ളത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. മനസ്സിലാക്കുന്ന പ്രകാരം കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടുനിന്നാൽ അത് വലിയ തിരിച്ചടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അയോധ്യ നിർമ്മാണത്തിനായി, ക്ഷേത്ര നിർമ്മാണത്തിനായി കമൽനാഥ്, അതോടൊപ്പം തന്നെ അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർമ്മാണത്തിനായി സഹായം നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. BJPയുടെ ഒരു അജണ്ടയിലും വീഴരുതെന്ന് കോൺഗ്രസിന് ലീഗിന്റെ മുന്നറിയിപ്പുമുണ്ട്. അതേ സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന് ക്ഷണവുമില്ല, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല. ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഞങ്ങൾക്ക് നേരത്തെ മുതലുള്ളതാണ്. ആ നിലപാടിൽ ഞങ്ങൾ നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം പാർട്ടി നേതൃത്വം ആലോചിച്ച് അഭിപ്രായം പറയും. അല്ല, കോൺഗ്രസുമായി നമ്മൾ സഹകരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയമായിട്ടല്ലേ. ഇതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി തലത്തിൽ ആലോചിച്ച്, ദേശീയ പ്രശ്നമാണ്, ദേശീയ നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ട് മുസ്ലിം ലീഗ് അഭിപ്രായം പറയണമെങ്കിൽ പറയും, അത്രയേ ഉള്ളൂ. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഇപ്പോൾ ലീഗ് ഒരു മുന്നറിയിപ്പ് എന്ന രൂപേണ നൽകിയിരിക്കുകയാണ്. ഇതൊരു ട്രാപ്പാണ്. ഈ ഒരു കെണിയിൽ കോൺഗ്രസ് വീഴരുതെന്ന മുന്നറിയിപ്പാണ് ലീഗ് നൽകുന്നത്. ഇപ്പോൾ തന്നെ ലീഗിന്റെ കാര്യത്തിൽ ലീഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ പുറത്തു നടക്കുന്നുണ്ട്. തങ്ങൾ കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം ഉറച്ചു നിൽക്കും എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ലീഗ് എത്രത്തോളം ഗൗരവമായി എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്? ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് എപ്പോഴും പരാതിയുള്ളതാണ്. പലസ്തീൻ വിഷയങ്ങൾക്ക് തന്നെ നമ്മളത് കണ്ടതുമാണ്. നിലവിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കൃത്യമായി പറയുന്നത് അത് തന്നെയാണ്. BJPയുടെ രാമക്ഷേത്രം എന്നുള്ളതല്ല, BJPയുടെ ഒരു അജണ്ടയിലും മതേതര കക്ഷികൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് യോജിപ്പുണ്ട് എന്ന് നമ്മൾ ചോദിച്ചെങ്കിലും അവർ കൃത്യമായി പറഞ്ഞത് നിലവിൽ കോൺഗ്രസിനെയാണ് ക്ഷണിച്ചതെങ്കിൽ അവരോട് ചോദിക്കണം, ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു. അതായത് പരസ്യമായി കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് നിലവിൽ മുസ്ലിം ലീഗ് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു ആഗ്രഹവും മുസ്ലിം ലീഗിന്റെ മനസ്സും അത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാലസ്തീൻ വിഷയങ്ങളിലൊക്കെ തന്നെ ഇത്തരം മുസ്ലിങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് ആദ്യം മുതൽ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. ഒരുപിടി വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒന്ന്, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ മാധ്യമങ്ങളോടുള്ള ചില പ്രസ്താവനകളാണ്. ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. അതേപോലെ തന്നെ ചില സജ്ജീകരണങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാൻ. ഒന്ന്, ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 സ്പെഷ്യൽ സ്പോട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വോളണ്ടിയേഴ്സിനെ നിയമിക്കും. അതേപോലെ തന്നെ ക്യൂ കോംപ്ലക്സിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആളുകളെ കയറ്റാതെ സന്നിധാനത്തേക്ക് കടത്തിവിടും. സിവിൽ ദർശനത്തിനെത്തുന്നവരെ മറ്റു രീതിയിൽ എത്തിക്കാൻ നോക്കും. പലപ്പോഴും കേന്ദ്രത്തോട് അറിയിച്ചിട്ടുള്ളതാണ് ഈ സൗകര്യക്കുറവുകളെ കുറിച്ചൊക്കെ. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ് വിഭാഗത്തിന്
ജമ്മുകാശ്മീർ വിഭാഗത്തിന് നിരോധനമെന്ന വാർത്തയാണ്. നസ്രത്ത് ആലം വിഭാഗത്തിനാണ് നിരോധനം. UAPA നിയമപ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംഘടനാ അംഗങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് UAPA നിയമപ്രകാരം ഈ വിഭാഗത്തിന് ഇപ്പോൾ നിരോധനം വന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവ് കസ്റ്റഡിയിൽ. കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 36 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം. പിതാവ് നൽകിയ പരാതിയിലാണ് ഈ ഒരു നടപടി. നടപടിയുടെ ഭാഗമായിട്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ജനിച്ചു 36 ദിവസം പൂർത്തിയാകാത്ത കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ മാതാവിന് ഇപ്പോൾ പലർക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉള്ള ഒരു സമയമൊക്കെയാണല്ലോ. അത്തരത്തിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നോ, അതോ ഇത് മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ? ക്രിസ്റ്റിന, ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് ഇട്ടത് ഈ മാതാവ് തന്നെയാണ് എന്നുള്ളതാണ്. ഈ മാതാവ് കുറ്റം സംബന്ധിച്ചു എന്നുള്ളൊരു കാര്യമാണ് പോത്തൻകോട് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാവിലെ മുതൽ ഈ മരിച്ച കുഞ്ഞിന്റെ മാതാവിനെ പോത്തൻകോട് പോലീസ് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാതാവ് സുരിത ഈ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഇതിന്റെ കാരണമായി പറയുന്നത് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു, ഒപ്പം നേരത്തെ ചില മാനസിക പ്രശ്നങ്ങളും, ഒപ്പം കടുത്ത വിഷാദവും ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തതെന്നുള്ള മൊഴിയാണ് പോലീസിന് ഇപ്പോൾ സുരിത നൽകിയിരിക്കുന്നത്. രാത്രി 2 മണിയോടുകൂടി തൊട്ടടുത്ത് ഉറങ്ങിക്കിരുന്നിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വീടിന് പുറകുവശത്തുള്ള കിണറിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉടനടി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 2 മണിക്ക് ഈ മാതാവ് സുരിത തന്നെയാണ് ബന്ധുക്കളോട് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുന്നത്. അതിന് പിന്നാലെ ഈ ഭർത്താവ് എത്തുകയും ഇത് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. പിന്നാലെ പോത്തൻകോട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ഒരു പരിശോധന നടത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ കിണറിന് മുകളിലായിട്ട് ഈ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ഒരു ടവൽ പോലീസ് കണ്ടെത്തുന്നതിന് പിന്നാലെ ഫയർഫോഴ്സ് എത്തുകയും ഫയർഫോഴ്സ് കിണറ്റിലിറങ്ങി പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറിൽ നിന്ന് കിട്ടുന്നത്. പിന്നാലെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ മാതാവ് സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ രാവിലെയോടുകൂടി തന്നെ ഇതിനൊരു സൂചന പോലീസ് ലഭിച്ചിരുന്നു. അതായത് ഈ മാതാവ് തന്നെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു സൂചന ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ വൈകിട്ടോടുകൂടി മാതാവ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ചില മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട്, വിഷാദം തുടങ്ങിയ കാരണങ്ങളാണ് ഈ സുരിത പ്രധാനമായും പോലീസിനോട് പറയുന്നത്. എന്തായാലും സുരിതയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ശരി. തിരുവനന്തപുരത്ത് വെറും 36 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവ് കസ്റ്റഡിയിലാണ്. മാതാവ് തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതെന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ കൂടെ അവർ സമ്മതിക്കുകയുണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. And I don't know what are they up to. What is Kerala police up to? I have no clue. Well, I have already given enough and more evidences. ഞാൻ ഇൻറ്റൻഷണൽ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ FIR ഫയൽ ചെയ്തു. അപ്പോൾ അവരെന്നെ വഴക്കു പറയുക, അത് കേസ് ക്വാഷ് ആയില്ലേ. They were torturing. They are torturing and they are bringing in perceptions which I have not discussed at all. You understood? So, എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു. പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക. ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീദർ ആം ഐ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരിക്കലും പിന്മാറുന്നില്ല. ഇങ്ങനെ എന്നെ പല കേസിൽ കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്.
ഓൾറൈറ്റ്. വിജേഷ് പിള്ള ഈ 30 കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള താങ്കളുടെ ആരോപണത്തിൽ അതിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 100% ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും. ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് വിജേഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഒരു കേരള പോലീസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സ്വപ്ന സുരേഷ്. എം വി ഗോവിന്ദൻ മാഷിനെതിരായ അപകീർത്തി കേസിൽ തന്നോട് എന്താണ് വിജേഷ് പിള്ള പറഞ്ഞത് അത് മാത്രമാണ് താൻ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് നേരിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററിനെ അറിയില്ല, എവിടെയാണ് ജനിച്ചത്, എവിടെയാണ്, എന്താണ് വിശദാംശങ്ങളൊന്നും അറിയില്ല. തന്നോട് വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയൂ. എന്തായാലും ഈ പറഞ്ഞ തുക തനിക്ക് ഓഫർ ചെയ്തിരുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ബാംഗ്ലൂർ പോലീസിന് എല്ലാ വിശദാംശങ്ങളും തെളിവുകളും തൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ പറയുന്നത്. കേരള പോലീസിൽ വിശ്വാസമില്ല, കേരള പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല എന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ ബന്ധുക്കൾ മൃതദേഹവുമായി ഇപ്പോൾ ഫോർട്ട് AC ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പ്രതിഷേധം അവർ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്താണ് ബന്ധുക്കളുടെ ആവശ്യം? ശരീരവുമായാണ് AC ഓഫീസിന് മുന്നിലെത്തിയത്. ആംബുലൻസിലാണ് മൃതശരീരമുള്ളത്. ഇവർ നിലവിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം വലിയ തോതിലുള്ള ഗാർഹിക പീഡനം ഈ കുട്ടി ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ഭർത്താവിനെതിരെയും മാതാവിനെതിരെയും ഉൾപ്പെടെ കേസെടുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ACയെ കണ്ട് സംസാരിക്കണം, അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ട് സംസാരിക്കാതെ, ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ട് സംസാരിക്കാതെ ഇവിടെ നിന്ന് പോകില്ല, തങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. സ്ഥലത്ത് വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തെ ഒരുക്കിയിട്ടുണ്ട്. ഇവർ പക്ഷേ നിലവിൽ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇവരുടെ ഒരു പ്രതിഷേധമുള്ളത്. ഇവർ തിരിഞ്ഞു പോകണമെന്ന പോലീസ് ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ പോകാൻ തയ്യാറായിട്ടില്ല. ACയെ കണ്ട് മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങൂ എന്നാണ് ഇവർ പറയുന്നത്. സ്ഥലത്ത് പോലീസും ഈ ആളുകളും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ട്. കാരണം കാര്യങ്ങൾ കുറച്ച് വൈകാരികമാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വൈകാരികമാണ് കാര്യങ്ങൾ. ഇവരെന്തായാലും AC ഓഫീസിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ചെറിയ വാക്ക് തർക്കം പോലീസുമായി എല്ലാം ഉണ്ടാവുന്നുണ്ട്. ക്രിസ്റ്റീന, നിലവിൽ സംഘർഷ സാധ്യതയൊന്നുമില്ല, പക്ഷേ കാര്യങ്ങൾ കുറച്ച് വൈകാരികമാണ്. അവരെ സംബന്ധിച്ച ഈ ഒരു വിഷയത്തിൽ കൃത്യമായി കുറ്റവാളികൾക്കെതിരെ നടപടി വേണമെന്നാണ് അവരുടെ ആവശ്യം. ഷഹനയുടെ ഭർത്താവിനെയും ഒപ്പം ഭർത്തൃമാതാവിനെയും ഉൾപ്പെടെ കേസിൽ പ്രതി ചേർത്ത് ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പക്ഷേ തിരുവല്ലം പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. മൊഴിയെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇവർക്കെതിരെ കേസെടുക്കാമെന്നാണ് തിരുവല്ലം പോലീസിന്റെ നിലപാട്. എന്തായാലും ഇപ്പോൾ ബന്ധുക്കൾ ഫോർട്ട് AC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ക്രിസ്റ്റീന, ജയശങ്കർ, പെൺകുട്ടി നിരന്തരമായി പീഡനത്തിനിരയാകുന്നുവെന്നാണല്ലോ ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പരാതികൾ മുൻപ് നൽകിയിട്ടുണ്ടോ? അതായത് നമുക്ക് ചില ദൃശ്യങ്ങളും ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 മാസത്തിന് മുമ്പുള്ളതാണ്. 2 മാസത്തോളം സ്വന്തം വീട്ടിലായിരുന്നു ഈ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പരാതിയും നിലവിൽ നമ്മുടെ അറിയില്ല. അത്തരത്തിലുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മരണശേഷമാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് നേരിട്ട ക്രൂരതകളെ കുറിച്ച് ബന്ധുക്കളും മറ്റും തുറന്നു പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ബന്ധുക്കൾ AC ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പോലീസും ഈ ബന്ധുക്കളെ ശാന്തരാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ക്രിസ്റ്റീന, അതുപോലെ തന്നെ ഈ ഭർത്തൃവീട്ടുകാരുടെ പ്രതികരണം ലഭ്യമായിരുന്നോ ഈ കാര്യത്തിൽ? ക്രിസ്റ്റീന, നമ്മൾ അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു മറുപടിയാണ് നമുക്ക് തന്നത്. ക്രിസ്റ്റീന, എന്തായാലും ഇപ്പോൾ ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് AC ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ് ഷഹാനയുടെ ബന്ധുക്കൾ. ഭർത്തൃവീട്ടിൽ നിന്ന് നിരന്തരം പീഡനം നേരിടുകയായിരുന്നു ഷഹാന എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അവർക്കെന്തോ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ പോലീസുമായൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ടല്ലോ. നീതി ലഭിച്ചിട്ടേ തങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്നാണ് അവരുടെ നിലപാട്. ACയെ കാണണം, കാര്യങ്ങൾ ധരിപ്പിക്കണം, കൃത്യമായി കുറ്റവാളികൾക്ക്
കേസെടുക്കണമെന്നാണ് അവരുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധം മൃതശരീരവുമായി AC ഓഫീസിന് മുന്നിലെത്തി ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്നുള്ള നിലപാടാണ് ബന്ധുക്കൾക്കുള്ളത്. അവർ ഇവിടെ വന്ന സമയം മുതൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത ഉണ്ടായ ഘട്ടം മുതൽ നമ്മൾ ഇതിനെ പിന്തുടരുന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ അവർ ഉന്നയിച്ചൊരു ആവശ്യം അത് തന്നെയായിരുന്നു. ക്രിസ്റ്റീന. ജയശങ്കർ, അതുപോലെ തന്നെ ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ? പോലീസുകാർ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ അതോ പ്രതിഷേധം തുടരാനുള്ള നീക്കമാണോ? ഇപ്പം മടങ്ങുന്നതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസുമായി ചെറിയ തോതിൽ ചർച്ച നടത്തിയിരുന്നു. കൃത്യമായി നടപടിയെടുക്കാമെന്നൊരു ഉറപ്പ് ഫോർട്ട് AC ഓഫീസിൽ നിന്നും അറിയിച്ച സാഹചര്യത്തിലാണ് അവർ മടങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു വൈകാരിക വിഷയമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ നഷ്ടപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു. ആ ഒരു ഘട്ടത്തിലുള്ള ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ സംസാരിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കൃത്യമായി അന്വേഷണം നടക്കാം, നടപടിയെടുക്കാമെന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതശരീരം ഇപ്പോൾ AC ഓഫീസിന്റെ മുന്നിൽ നീക്കുകയും അവർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. ക്രിസ്റ്റീന. ശരി, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് AC ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തിയതായിരുന്നു ബന്ധുക്കൾ. എന്നാൽ പോലീസുകാർ വേണ്ട നടപടിയെടുക്കും എന്ന നൽകിയ ഉറപ്പിന്റെ പേരിൽ ഇപ്പോൾ അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യമുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. MPhil മാസ്റ്റർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ബിരുദം ഇനി ഉണ്ടായിരിക്കുകയില്ല, അതിന് അംഗീകാരമില്ല എന്ന് UGC അറിയിച്ചിരിക്കുകയാണ്. എല്ലാ സർവകലാശാലകൾക്കും കത്തയച്ചിട്ടുണ്ട്. ഇനി മുതൽ MPhilന് അഡ്മിഷൻ എടുക്കരുത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉപദേശം നൽകുന്നുണ്ട്. ഇനി MPhilന് അഡ്മിഷൻ എടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ട, അതിനി ഒരു അംഗീകൃത ബിരുദമായിരിക്കില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി എംബസിക്കടുത്തുള്ള സ്ഫോടനം ഭീകരാക്രമണമെന്ന സംശയത്തിൽ ഇസ്രായേൽ. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കത്തിൽ പലസ്തീൻ വിഷയവും ഇസ്രായേലി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീവ്രത കുറഞ്ഞ സ്ഫോടനമെന്ന് ഡൽഹി പോലീസ്. തെക്കൻ ഗസയിലെ 100 കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തായാലും ഇന്ത്യക്കകത്തുള്ള ഒരു എംബസിയുടെ സംരക്ഷണം അത് ഇന്ത്യയുടെ തന്നെ സുരക്ഷാ ചുമതലയാണ്. അവിടെയാണ് ഇന്നലെ ഒരു സ്ഫോടനം, തീവ്രത കുറഞ്ഞ സ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെയും ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ ആശങ്കയിലാണോ? എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് അവർ നടത്തുന്നത്? ക്രിസ്റ്റീന, ഇസ്രയേൽ എംബസിയിൽ നിന്നും ഏതാണ്ട് 150 മീറ്റർ മാറിയാണ് ഈ സ്ഫോടനം നടന്നത്. പക്ഷേ എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ കനത്ത ജാഗ്രത തന്നെ നടത്തിയിരിക്കുകയാണ്. കാരണം ഈ സ്ഫോടനത്തിന് സമീപം പതാകയും അതോടൊപ്പം തന്നെ പലസ്തീൻ വിഷയം ഉന്നയിച്ചുള്ള ഒരു കത്തും ലഭിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള മറ്റ് ജൂത കേന്ദ്രങ്ങളെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രയേൽ ഇപ്പോൾ ഇതിനെ അറിയിച്ചിരിക്കുന്നത് ഒരു ഭീകരാക്രമണ സാധ്യത തള്ളാനുള്ള ഒരു പ്രതികരണമാണ്. മാത്രമല്ല ഇന്ത്യയിലുള്ള ഇസ്രയേൽ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്നാണ് ഇസ്രയേലിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ വൈകിട്ട് 5:20 ഒരു സമീപം ഉണ്ടായത്. അവിടുത്തെ ഒരു CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ 2 പേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇവിടുന്ന് വന്നു, അതോടൊപ്പം തന്നെ ഈ സ്ഫോടനത്തിന് ശേഷം അവർ എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. ഇന്നിപ്പോൾ അല്പസമയം തന്നെ NSGയും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പരിശോധനയിൽ മറ്റ് അസ്വാഭാവികതയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു തീവ്രത കുറഞ്ഞ പൊട്ടിത്തെറിയാണ് എംബസിക്ക് സമീപം ഉണ്ടായെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു ഭീകരാക്രമണം സംബന്ധിച്ചൊരു സാധ്യത ഇതുവരെ ഡൽഹി പോലീസ് പങ്കുവയ്ക്കുന്നില്ല. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. ഇസ്രായേൽ എംബസിക്കടുത്തുള്ള സ്ഫോടനം ഭീകരാക്രമണമാണെന്ന സംശയമാണിപ്പോൾ ഇസ്രായേലിനുള്ളത്. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കത്തിൽ പലസ്തീൻ വിഷയവും ഉണ്ട്. ഇതൊക്കെ ഇസ്രായേൽ പൗരന്മാർക്കും എംബസി ഉദ്യോഗസ്ഥർക്കുമൊക്കെ ആശങ്ക ഉളവാക്കുന്നുവെന്നാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തയിൽ ശബരിമലയിൽ ഈ മണ്ഡലക്കാലത്ത് റെക്കോർഡ് വരുമാനമെന്ന വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷം 222 കോടിയായിരുന്നു. ഇത്തവണ ഇതുവരെ എണ്ണിയതനുസരിച്ച് ഇതിലും കൂടുതൽ വരുമാനമുണ്ട്. ഇനിയും കാണിക്ക എണ്ണാനുണ്ട് എന്നാണ് PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് പറയുന്നത്. കുത്തക ലേലത്തിലൂടെയും അല്ലാതെയുമുള്ള വരുമാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. നീതിക്ക് നിരക്കാത്തതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് പറഞ്ഞു. കേസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെയും വിമർശനമുണ്ട്. എതിർപ്പുകളെ അടിച്ചമർത്തുന്നത് ഫാസിസമെന്ന് സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ
പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാഴിയാണ്. അശ്വിൻ, ഇന്നും നിരവധി പ്രതികരണങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം അതൊരു വിചിത്ര ന്യായീകരണം, ഒരു വല്ലാത്ത ന്യായീകരണമായി പോയി എന്ന് വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായമുണ്ടായിരുന്നു. ഇന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? നിന്നും ഈ വിഷയത്തിൽ ഈ കേസിൽ പിന്തുണയേറുകയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാട് അത് പരിഹാസ്യമായി പോയി എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അത് ഇന്നും ആവർത്തിക്കുകയാണ്. വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദാണ് ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയത്. ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലെ കളിപ്പാവകളായി കേരളത്തിലെ പോലീസ് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നൂർബിന റഷീദ് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. ഒപ്പം ഈ പോലീസിന്റെ കയ്യിൽ നിന്നും CDR പുറത്തു പോവുകയും അത് CPM നേതാക്കൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണെന്നും പോലീസിനെതിരെ അതിൽ നടപടി വേണമെന്ന് കൂടി വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുകയാണ്. അതിന് പിന്നാലെ വന്നത് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ പ്രതികരണമാണ്. അദ്ദേഹവും ഈ പോലീസ് നടപടിയെ ഫാസിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ പോലീസ് ഒരു കാരണവശാലും പെരുമാറാൻ പാടില്ല, വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുകൂടി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഏതായാലും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് ഇക്കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നു. അവരുടെ അടുത്ത ദിവസം ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി വരികയാണ്. എന്തായാലും പോലീസിനെതിരായ ആരോപണങ്ങൾ, CDR പുറത്തു വന്നതിലെ ദുരൂഹത, ഇതെല്ലാം തന്നെ കോടതിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും. ക്രിസ്റ്റീന. ശരി. 24 റിപ്പോർട്ടർ വിനീത വിജയ്ക്കെതിരെ കേസെടുത്തതിൽ ഇന്നും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ്. കോന്നി DFO ഓഫീസ്, ആനക്കൂട് ഇക്കോ ടൂറിസം സെന്റർ എന്നിവിടങ്ങളിൽ വിജിലൻസ് പരിശോധന. വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായാണ് ആക്ഷേപം. പത്തനംതിട്ട വിജിലൻസ് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മികച്ച ഒരു ഇക്കോ ടൂറിസം സെന്റർ എന്ന പേരെടുത്ത സ്ഥലമാണ്. ഇപ്പോൾ ഈ വിജിലൻസ് പരിശോധന ഏത് പേരിലാണ്, എന്താണ് അവർ പരിശോധിക്കുന്നത്? നടുവത്താമൊഴി റേഞ്ചുമായി ബന്ധപ്പെട്ട വിവിധ പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയിൽ പ്രധാനമായും പറയുന്നത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്, ഒരു സംഘടനാ നേതാവായ ഒരു ഉദ്യോഗസ്ഥൻ ബിനാമി പേരിൽ ഇത്തരത്തിൽ അവിടെ വ്യാജ കരാറുകാരെ വെച്ചു എന്നാണ് പറയുന്നത്. ബിനാമി പേരിൽ അയാൾ തന്നെ കരാർ എടുത്ത് സ്പെൻസിംഗ് വേലി അടക്കം അവിടെ നിർമ്മിക്കുന്ന നടപടിയിലേക്ക് അയാൾ തന്നെ കിടക്കുന്നു. അതിനുശേഷം അയാൾ തന്നെ അത് കൃത്യമായ രീതിയിൽ പണം തട്ടുന്നു എന്ന രീതിയിലുള്ള പരാതികളാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെയും ഇയാളുടെ ബന്ധുക്കളുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് ഈ വിജിലൻസ് പരിശോധിച്ചിരുന്നു. അതിന്റെ ഒരു അന്തിമഘട്ടം എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു റെയ്ഡ് എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. വിജിലൻസിന്റെ പരിശോധന മണിക്കൂറോളം നീണ്ടു നിൽക്കുകയാണ്, ഇപ്പോൾ തുടരുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഈ ബിനാമികളുമായി കൃത്യമായി ബന്ധമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇത് കൂടാതെ വനവികസന പ്രവർത്തനം, വനത്തിലെ പല വികസന പ്രവർത്തനങ്ങളുമുണ്ട്, അജണ്ട സ്ഥാപിക്കുന്ന അടക്കമുള്ള അത്തരത്തിലുള്ള പല വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടിലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് മേധാവിക്ക് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ശരി. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഇപ്പോൾ വൈഗ കേസിലെ വിധിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PA ബിന്ദുവിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. വിധിയിൽ സന്തോഷമുണ്ട്, ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഈ കേസിൽ തെളിഞ്ഞിരിക്കുന്നു, ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഇപ്പോഴത്തെ പ്രതികരണം വരുന്നത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ED. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് കാണിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കണ്ടെത്തൽ. വാദ്രയും കേസിലെ കൂട്ടുപ്രതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ED ആരോപിക്കുന്നു. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ഇപ്പോൾ ED ആരോപിക്കുന്നത്? ക്രിസ്റ്റിന, ഈ സഞ്ജയ് ഭണ്ഡാരിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ED വാദ്രയ്ക്കെതിരായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ച CC തമ്പിയുമായി അടുത്ത ബന്ധമാണ് റോബർട്ട് വാദ്രയ്ക്ക് ഉള്ളതെന്ന് ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച ലണ്ടനിലെ ഒരു വീട്, അത് റോബർട്ട് വാദ്ര അവിടെ ആ വീട് നവീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തുവെന്നും ഈ കേസിലെ തന്നെ മറ്റൊരു കൂട്ടുപ്രതിയായ സുമിത് ചദ്ദയാണ് ഇതിനുവേണ്ട സഹായങ്ങൾ
നൽകിയതെന്നും ഇ.ഡി. കോടതിയെ അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ആതിരയും CC തമ്പിയും ഫരീദാബാദിൽ വസ്തു വാങ്ങിയതായും ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ ഒരു ബന്ധം അത് ഇ.ഡി. കണ്ടെത്തുന്നത്. നേരത്തെ ഇതിൽ CBIയും ഈ ഒരു ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിലും വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇ.ഡിയും CBIയും ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ക്രിസ്റ്റിന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. തൃശൂരിൽ ആളുമാറിയ ആക്രമണം. ബിയർ കുപ്പി കൊണ്ട് തലക്കടിയേറ്റ പുലക്കാട്ടുകര സ്വദേശി രമേശ് ചികിത്സയിലാണ്. പുഴയോരത്തെ മദ്യപാനം ചോദ്യം ചെയ്ത ബിനുവിനെ തേടിയാണ് അക്രമികളെത്തിയത്. ബിനുവിന്റെ അയൽവാസിയാണ് ആക്രമണത്തിന് ഇരയായ രമേശ്. വിശദാംശങ്ങളുമായി സൂരജ് സജ്ജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് സൂരജ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒന്ന് ഈ ബിനുവിനെ ആക്രമിക്കുന്നതും മറ്റൊന്ന് മറ്റൊരാളുടെ വീട് കയറിയുള്ള ആക്രമണവും. ഇപ്പോൾ ഈ ബിനുവിനെ തേടി എത്തിയ ആളുമാറി മറ്റൊരാളെ ആക്രമിച്ചു എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. എന്തായിരുന്നു സംഭവം? ക്രിസ്റ്റിന, അത്തരത്തിൽ തന്നെയാണ്. ഈ ബിനുവിനെ തേടിയാണ് ഈ 15-അംഗ സംഘം വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ആളുമാറി തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന രമേശിനെ മർദ്ദിക്കുകയായിരുന്നു. അവർ ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കുകയും പിന്നാലെ ഈ ബോധക്ഷയം ഉണ്ടായി ഈ രമേശൻ താഴെ വീഴുകയുമായിരുന്നു. തലയ്ക്ക് ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകുകയുമായിരുന്നു. ഈ മണലിപ്പുഴയിൽ ബിനുവും അതുപോലെ തന്നെ ബിനുവിന്റെ മകളും സഹോദര പുത്രിയും കൂടി ചേർന്ന് കുളിക്കാൻ വേണ്ടി ചെന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ കുളിക്കുന്ന കടവാണ്. ആ കടവിലാണ് ഇവർ എത്തുന്നത്. ആ സമയത്ത് അവിടെ ഒരു മദ്യപ സംഘം ഉണ്ടായിരുന്നു. ആ മദ്യപ സംഘത്തിനോടാണ് ബിനു അവിടെ നിന്ന് മാറണം എന്നെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിൽ പ്രകോപിതരാവുകയായിരുന്നു ഈ സംഘം. ഇതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ബിനുവിനെ വീട്ടിലെത്തി ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണത്തിന് വേണ്ടി അവർ വരുന്ന സമയത്താണ് ഈ രമേശിനെ ആക്രമിക്കുന്നത്. പക്ഷേ വീട്ടിലെത്തി ഇവർ പിന്നാലെ ബിനുവിന് നേരെ വ്യാപക ആക്രമണം നടത്തുന്നുണ്ട്. കാരണം വീടിനകത്തെത്തി മർദ്ദിക്കുന്നു. അതേസമയത്ത് ഈ കുട്ടികൾ തന്നെ ആ മർദ്ദനത്തെ തടയാൻ ശ്രമിക്കുന്നു. ആ സമയം ഇവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചോടിയ ഒരു സംഘം അവിടെ നിന്ന് ഓടി കടന്നു കളയുകയാണ്. പിന്നാലെ ഈ മാല പിടിച്ചു പറിച്ച സംഘത്തിന് പുറകെ ബിനു ഓടുകയും ഈ ബിനുവിനെ വഴിയിൽ കാത്തുനിന്ന മറ്റൊരു സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുക്കാട് പോലീസ് നിലവിൽ ബിനുവിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികളെയും പിടികൂട്ടിയിട്ടില്ല. അന്വേഷണം ഊർജിതം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ക്രിസ്റ്റിന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക്. 6-ാം വളവിൽ ചരക്ക് ലോറിയും 7-ാം വളവിൽ KSRTC ബസ്സും കുടുങ്ങി. രാവിലെ ചുരം വ്യൂ പോയിന്റിലും ബസ് കുടുങ്ങിയിരുന്നു. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുകയാണ്. മിഥില, കുറച്ചുനാൾ മുമ്പ് ഇതേ സ്ഥിതി ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ എടുത്ത ശേഷമാണ് ഗതാഗത കുരുക്ക് അഴിഞ്ഞത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നിലവിൽ ഗതാഗത കുരുക്ക് അതേപോലെ തുടരുകയാണോ? എന്താണ് അവസ്ഥ? ക്രിസ്റ്റിന, ഇപ്പോൾ ഗതാഗത കുരുക്ക് നിയന്ത്രണ വിധേയമാണ്. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് മാത്രമാണുള്ളത്. അവധി ദിവസമാണ്. വരും മണിക്കൂറുകളിൽ ഇവിടെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുണ്ട്. അവരുടെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ ഈ ഒരു ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ 2018 മുതൽ തന്നെ ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി സജീവമായ ആളുകളാണ്. അവരുടെ അടുത്ത് നിന്നും സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉച്ച സമയങ്ങളിൽ ഗതാഗത കുരുക്ക് ഒട്ടും ഉണ്ടാവാറില്ല. അതേസമയം വൈകുന്നേരങ്ങളിലും നല്ല രാവിലെയും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതുപോലെയുള്ള വലിയ ലോറികൾ അല്ലെങ്കിൽ വലിയ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള അത്തരം വാഹനങ്ങൾ എത്തിക്കഴിയുമ്പോൾ തന്നെ ഒരു ഭാഗത്തു നിന്നും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഈ വലിയ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ മറുഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ചുര സംരക്ഷണ സമിതിയും പോലീസും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായത്, ഞാനിപ്പോൾ നിൽക്കുന്നത് 6-ാം വളവാണ്. ഈ 6-ാം വളവിലാണ് രാവിലെ ചരക്ക് ലോറി കുടുങ്ങിയത്. അങ്ങനെ ചരക്ക് ലോറി കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സമുണ്ടായത്. വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് അവധി ദിവസമാണ്, ന്യൂ ഇയർ ഉണ്ട്, ന്യൂ ഇയർ ആഘോഷിക്കാനെല്ലാം വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ. ബോൺ നത്താലെ വർണ്ണാഭമാക്കാൻ ഒരുങ്ങി തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നത്താലയിൽ 10,000-ലേറെ പാപ്പമാർ അണിനിരക്കും. 300 പേർ വഹിക്കുന്ന ചലിക്കുന്ന പുൽക്കൂടാണ് മറ്റൊരാകർഷണം. വൈകിട്ട് 4-ന് സെയിന്റ് തോമസ് കോളേജിൽ ഫ്ലാഗ് ഓഫ് നടക്കും. വിശദാംശങ്ങളുമായി സെയിന്റ് മേരീസ് കോളേജിന് സമീപത്ത് നിന്ന് സൂരജ് സജി, സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്നും അജീഷ് എന്നിവർ ചേരുന്നു. സൂരജിലേക്ക്. സൂരജ്, ഇത് വലിയ ഒരു ചടങ്ങാണ്. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഈ ലാറ്റിൻ ഭാഷയിലുള്ള ബോൺ നത്താലെ അത് എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ്. എത്രത്തോളം വർണ്ണാഭമാക്കുകയാണ് ഇത്തവണ?
ക്രിസ്ത്യന എന്തായാലും ആവേശം തെല്ലും ചോരുന്നില്ല. 10,000-ത്തിലധികം പാപ്പാമാർ തൃശ്ശൂർ നഗരം കീഴടക്കും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്ന ആ സ്ഥലത്താണ്. അതായത് സെന്റ് തോമസ് കോളേജിന് മുന്നിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുക, ഫ്ലാഗ് ഓഫ് നടക്കുക. ഫ്ലാഗ് ഓഫ് നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പല ടീമുകൾ, അതായത് ഓരോ ടീമുകൾക്കും പ്രത്യേക നമ്പറുകളെല്ലാം കൊടുത്ത് അവരെ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ടീമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇതേപോലെ തന്നെ പുറകിലേക്കും ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ തവണയൊക്കെ ഇപ്പോൾ ഈ മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പോലും പറഞ്ഞത് കഴിഞ്ഞ തവണ ഇത് സെന്റ് തോമസ് കോളേജിന്റെ അവിടെ നിന്ന് ഇതിന്റെ ഫ്ലാഗ് ഓഫ് നടത്തി ഇവർ മുന്നിലൂടെ റൗണ്ട് കറങ്ങി തിരിച്ചെത്തുമ്പോൾ പോലും അത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ പുറകിൽ ആളുകൾ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടം അല്ലെങ്കിൽ വലിയ പാപ്പാമാരുടെ ഒരു നീണ്ട നിര അന്ന് കണ്ടിരുന്നു. അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒട്ടും കുറയില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറെ പാപ്പാമാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ഹാപ്പിയാണ്. അടിച്ചു പൊളിക്കും. ഫുൾ വൈബിലാണോ? അല്ല പിന്നെ ഇത്തരത്തിൽ തന്നെയാണ് ക്രിസ്ത്യൻ. എന്തായാലും പാപ്പാമാരൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് റൗണ്ടിലേക്ക് ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി സീക്രട്ട് ഹാർട്ട്സ് സ്കൂളിൽ നിന്ന് മജീഷ് കൂടി ചേരുന്നു. അജീഷേ, ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ നേടിയിട്ടുണ്ട് ഈ ക്രിസ്മസ് പാപ്പാമാരുടെ എണ്ണം കൊണ്ട്. അത് പല പ്രായത്തിലുള്ളവരൊക്കെ പ്രായഭേദമന്യേ അവിടെ ഈ പാപ്പാവേഷത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചെങ്കടലാണ്. സാധാരണ നമ്മൾ ചെങ്കടലെ കുറിച്ച് കേട്ടിട്ടുള്ളത് ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ചെറിയ ഇടുങ്ങിയ ഒരു കടലാണ് ചെങ്കടൽ. പക്ഷേ ഇവിടെ ഇടുങ്ങിയ കടലല്ല, വലിയ ഒരു മഹാസമുദ്രമാണ് ഈ ചെങ്കടൽ. അല്പസമയത്തിനകം ഈ ചെങ്കടൽ തൃശ്ശൂർ നഗരത്തിലേക്ക് കയറും. ഇവിടെ 10,000-കണക്കിന് പാപ്പാമാർ, അതിൽ കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെയുള്ള പ്രായമുള്ള പാപ്പാമാർ വരെ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വേഷമണിഞ്ഞ് പല ഇടവകളിൽ നിന്നുള്ളവർ ഇവിടെ ഇപ്പോൾ അണിനിരന്നിട്ടുണ്ട്. ഇവർ ക്രിസ്മസിന്റെ ബോണ്ണത്താലെ പാട്ടിന് ഒപ്പം താളം വെച്ച് ഇവർ ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങുകയായി. എന്തായാലും ഇവിടെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഏകദേശം 200-ലധികം ഇടവകളിൽ നിന്നുള്ള, തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള 200-ലധികം ഇടവകളിൽ നിന്നുള്ള പാപ്പാഞ്ഞിമാരാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവരിൽ പലരും പല ഇടവകളിൽ നിന്ന് ഇപ്പോൾ ഈ സ്കൂളിൽ ഒത്തുചേർന്നതിന് ശേഷം നമുക്ക് അവരുടെ ഒരു സന്തോഷം കാണാം. ഒന്നുകൂടെ അതാണ് ക്രിസ്മസ് കഴിഞ്ഞാലും ആഘോഷം കഴിയുന്നില്ല. നല്ല ക്രിസ്മസ് എന്നാണ് ബോൺ നത്താലെ എന്ന വാക്കിനർത്ഥം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന ഒരു സന്ദേശമാണ് ഇവർ നൽകുന്നത്. കഴിഞ്ഞ 2013 ആദ്യമായി ബോൺ നത്താലെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിൽ തൃശ്ശൂർ നഗരത്തിൽ കൊണ്ടുവരുന്നത്. പൂരത്തിനും പൂരക്കളിക്കും അതേപോലെ തന്നെ കുമ്മാട്ടിക്കും പേര് കേട്ട തൃശ്ശൂരിൽ ഒരു ആഘോഷം തങ്ങളുടെ ക്രൈസ്തവ സഭയ്ക്കും വേണമെന്നൊരു ആലോചനയാണ് ഈ ബോൺ നത്താലയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് 2013 ആദ്യമായി ഈ ബോൺ നത്താലെ തൃശ്ശൂർ നഗരത്തിൽ പിറക്കുന്നത്. തൊട്ടടുത്ത വർഷം ലോക റെക്കോർഡ് നേടിക്കൊണ്ടാണ് ഈ ബോൺ നത്താലെ തൃശ്ശൂരിൽ വരവറിയിച്ചത്. പിന്നീട് കഴിഞ്ഞ 10 വർഷമായി ഒരു ദിവസം പോലും ക്രിസ്മസിന് കഴിഞ്ഞ 2-ാം ദിവസം തൃശ്ശൂർ നഗരത്തിലൂടെ ഈ ബോൺ നത്താലെ കടന്നു പോകും. 10,000-കണക്കിന് പാപ്പാഞ്ഞിമാർ ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് പാപ്പാഞ്ഞിമാർ ബോൺ നത്താലയുടെ ആ പാട്ടിനൊത്ത് താളം തുള്ളി തൃശ്ശൂർ നഗരത്തിലൂടെ പോകും. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിനെ വലം വെച്ച് വടക്കുംനാഥിനെ വലം വെച്ച് ഈ ബോൺ നത്താലെ സംഘം ഇവിടെ നിന്ന് നടന്നു പോകുന്നതാണ്. അല്പസമയത്തിന് ശേഷം ഈ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് ഈ സംഘം സെന്റ് തോമസ് കോളേജിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും തൃശ്ശൂരിലെ റൗണ്ടിലേക്ക് കിടക്കുക, സ്വരാജ് റൗണ്ടിലേക്ക് കിടക്കുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര സന്തോഷത്തോടെയാണ് ആ ബോൺ നത്താലെ ഗാനത്തിനൊപ്പം അവർ ചുവട് വയ്ക്കുന്നത്. നമുക്ക് അല്പസമയം ആ നൃത്തത്തിലേക്ക്, അവരുടെ ചുവടുകളിലേക്ക് നമുക്കൊന്ന് പോകാം.
ശരി, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ മറ്റൊരു സാംസ്കാരിക ഉത്സവത്തിലാണ്. ബോൺ നത്താലെ, നല്ല ക്രിസ്മസ് ആഘോഷിക്കുകയാണ് തൃശ്ശൂരുകാർ. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയും അജീഷുമാണ്.